ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് ദേവിയും കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ടുണ്ട് ചെക്കപ്പിനായിട്ട്. അങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട്. ദേവി അതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്. എന്നിട്ട് ആനന്ദിനോട് പറയാണ്, പുറത്തേക്ക് ഇറങ്ങി നിന്നോളൂ, ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വിളിക്കാം. 6 ആഴ്ചത്തെ വളർച്ച എന്തായാലും കുഞ്ഞിനുണ്ടാവും, ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ സ്കാനിങ് എന്തെങ്കിലും വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ ബ്ലഡൊക്കെ കൊടുക്കണം, അതിൻ്റെ റിസൾട്ടൊക്കെ വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആനന്ദ് പുറത്തേക്ക് നിൽക്കുവാണ്. ആ സമയത്താണ് ഗോമതി വിളിക്കുന്നത്, നിങ്ങൾ ഇറങ്ങിയോ, എവിടെ എത്തി, എന്തായി എന്നൊക്കെ. അപ്പോൾ തന്നെ ആനന്ദ് പറയേണ്ടത്, ഇല്ലമ്മേ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, രാഹുകാലമാണ്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയാം. ശരി, പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ബൈക്കിലാണെന്ന് ആനന്ദ് പറഞ്ഞു. അപ്പോൾ തന്നെ ഗോമതി പറയുന്നുണ്ട്, ബൈക്കിലൊന്നും വരരുത്, അത് വരാൻ പാടില്ല ഈ സമയത്ത്, നീ ഒരു ടാക്സി പിടിച്ചിട്ട് വേണം അവളെയും കൊണ്ടുവരാനായിട്ട്. ശരി അമ്മയെന്ന് പറയാട്ടോ. പിന്നെ ഇവിടെ അവളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇറങ്ങുന്ന സമയത്ത് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറയണമെന്നും പറയാം. ശരി അമ്മയെല്ലാം പറയാം. അപ്പോൾ തന്നെ മീനാക്ഷിക്കും മിത്രയ്ക്കും ആനന്ദിനോടൊന്ന് സംസാരിക്കണം. അത് ഗോമതി പറയുന്നുണ്ട്, ആനന്ദേ അവർക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ആനന്ദ് ഭയങ്കര ടെൻഷനിലാണല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ ഒന്നും അറിയില്ല, വീട്ടുകാരുടെ സന്തോഷം എല്ലാവരുടെയും വിഷമിക്കേണ്ടി വരുമോ. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആനന്ദ് പറയുന്നുണ്ട്, വേണ്ട എനിക്കിപ്പോൾ സമയമില്ലമേ, ഞാൻ അവരോട് പിന്നോട് സംസാരിച്ചോളാം, ഇവിടെ ദേവിയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് സംസാരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഗോമതിക്ക് വിഷമമാവുന്നുണ്ട്. ഗോമതിക്ക് ചോദിക്കുന്നുണ്ട്, എന്തോ അവനൊരു വിഷമമുണ്ട് മനസ്സിൽ, അതുപോലെ അവൻ്റെ സംസാരം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. ദേവിയെ അകത്തേക്ക് വിളിക്കും, ദേവിയുടെ റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ കുഞ്ഞിൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോയൊക്കെ ഹോസ്പിറ്റലല്ലേ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ആനന്ദിന് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഒരു അച്ഛനാവാനുള്ള ആഗ്രഹം ആനന്ദിനുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ദേവി അകത്തേട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ആനന്ദിനെ വിളിക്കുകയാണ്. റിസൾട്ടെല്ലാം വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ പറയുന്നത്. കാരണം നമ്മുടെ ദേവി യഥാർത്ഥത്തിൽ തന്നെ ഗർഭിണിയാണെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അത് ദേവിക്ക് അങ്ങ് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ വരുത്തും. കാരണം വലിയൊരു കള്ളം അത് സത്യമായി മാറിയിരിക്കുന്നു. ആനന്ദ് ഇന്നത്തോടുകൂടി എന്നെ ഉപേക്ഷിക്കുന്നു തന്നെ വിചാരിച്ചു, എൻ്റെ അവസാനമാണെന്ന് വിചാരിച്ച് നിർത്തുന്ന കരകയറുകയാണ് കേട്ടോ നമ്മുടെ ദേവി. അത് ആനന്ദിന് ഭയങ്കര ഒരു ആശ്വാസമാവുന്നുണ്ട്, അവളതെങ്കിലും കള്ളം പറഞ്ഞില്ലല്ലോ എന്നൊരാശ്വാസം. അങ്ങനെ പക്ഷേ ഇത്രയും ദിവസം ആഹാരവും ഒന്നും കഴിക്കാണ്ട് ഛർദിലും ഒക്കെ ആയിട്ടിരുന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ദേവിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി നല്ലപോലെ നോക്കണമെന്നും കാര്യം ഡോക്ടർ പറയാൻ കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ദേവിയെ ചേർത്ത് വെക്കുന്നുണ്ട് നമ്മൾ ആനന്ദ്. അങ്ങനെ ദേവി ഇനി തിരിച്ച് പറഞ്ഞു വിടാൻ പറ്റില്ല, സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. പോകുന്ന വഴിക്ക് ദേവിക്ക് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ വാങ്ങി കൊടുക്കാൻ കേട്ടോ ആനന്ദ്. അങ്ങനെ ദേവി ഭയങ്കര സന്തോഷത്തിൽ, ഉള്ളിൽ സന്തോഷവും പുറമേ സങ്കടവും തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിപ്പോയതല്ലേ. ആനന്ദിനോട് വീണ്ടും താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ട് ആനന്ദ്. അതെല്ലാം ക്ഷമിക്കാനും തയ്യാറാവാണ് കേട്ടോ. ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഭയങ്കര ടെൻഷനാണ്. കാരണം ദേവി ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ എന്നുള്ള സംശയം. അവർ കുറേ സമയം ദേവിയെ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാണ്. അങ്ങനെ നേരെ ഉദയഭാനുവിനോട് വന്ന് സങ്കടം പറയുന്നുണ്ട്, ഉദയേട്ടാ ഇതുവരെയായിട്ടും അവൾ ഫോൺ എടുത്തില്ലല്ലോ, എന്തായി തീരും. അങ്ങേർക്കാണെങ്കിൽ മകളെന്ന് പറഞ്ഞ ജീവനാണല്ലോ, അതുകൊണ്ട് തന്നെ പറയാം, എടി ദേവി ഇല്ലാത്ത വീട്ടിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അവളില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതമുണ്ടോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പ്രൊമോയിൽ കാണിക്കുക. ഡീറ്റെയിൽഡ് എപ്പിസോഡിന് വേണ്ടി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.